ഹലോ ഗൈസ്, അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഗോതമ്പ് ദോശ ചുടുകയാണ്. അപ്പോൾ ഈ ഭാര്യമാർ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അത്യാവശ്യം വീട്ടിലുള്ള പണികളൊക്കെ ചെയ്യേണ്ടി വരും. അല്ലെങ്കിലും ചെയ്യാറുണ്ടില്ല എന്നല്ല, പക്ഷേ UK-യിലും UAE-യിലും മാത്രമുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥയല്ല. നാട്ടിലും ഭാര്യമാരൊക്കെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോഴത്തേക്ക് വീട്ടിലെ കുക്കിംഗ് അത്യാവശ്യം ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് കുക്കിംഗ് ഒന്നും അറിയത്തില്ല. സാധാരണ ഞാൻ ചപ്പാത്തി വാങ്ങിയിട്ട് രാവിലെ ചുടുക, കറി ഉണ്ടാവും, വൈഫ് എന്തെങ്കിലുമൊക്കെ മീനൊക്കെ ഉണ്ടെങ്കിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല ഇട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഉച്ചയ്ക്ക് അതെടുത്ത് ഫ്രൈ ചെയ്യുന്നു. മീൻ കറി ഉണ്ടാവും, അല്ലെങ്കിൽ വെജിറ്റബിൾ കറി എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവും. അതുമെല്ലാം ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നു, ചൂടാക്കുന്നു, കഴിക്കുന്നു. നോർമലി അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. ഒന്നുകിൽ ദോശ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞാണെങ്കിൽ ചപ്പാത്തി ചൂടാക്കണം. അപ്പോൾ ഗോതമ്പ് മാവിരുന്നുകൊണ്ട് ഞാൻ എന്തായാലും ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് മാവെടുത്ത് കലക്കി കുറേ നാളെ ഗോതമ്പ് ദോശ ചുട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എങ്ങനെ വരുന്നൊരു പേടിയുണ്ട്. പക്ഷെ എന്തായാലും കറക്റ്റായിരുന്നു. കലക്കിയ മാവിൻ്റെ അളവ് കുറച്ച് കൂടി പോയി, പക്ഷേ ആ ഒരു വാട്ടർ കൺസിസ്റ്റൻസി കറക്റ്റായിരുന്നു. അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ദോശക്കല്ല്, ഇത് പുതിയ ദോശക്കല്ല് വൈഫ് ലൂലുന്ന് മേടിച്ചുകൊണ്ട് വന്ന. ഇതിനകത്ത് ദോശ മാത്രമേ ചുടാൻ പാടുള്ളൂ എന്ന് എടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. വേറെ സാധനം കുക്ക് ചെയ്യാൻ പാടില്ല. അപ്പം ഞാൻ ഭയങ്കര കുക്കൊന്നുമല്ല, എന്നാലും മീൻകറി വെക്കും, ചിക്കൻ കറിയൊക്കെ വയ്ക്കും കേട്ടോ. അപ്പോൾ മീൻകറി വലിയ കുഴപ്പമില്ല, ചിക്കൻ കറി കൊള്ളാം എന്നൊരു അഭിപ്രായം കേട്ടിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം വെജിറ്റബിൾ കറി ഒന്നും എന്നെ കൊണ്ട് അത്ര ശരിയാവില്ല. ഒരു ചമ്മന്തി ആയിരിക്കും, ഉച്ചയ്ക്കാണെങ്കിൽ ചമ്മന്തി, ഓംലെറ്റ് ഉണ്ടാക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും നല്ല രീതിയിൽ കുക്ക് ചെയ്യുന്ന, അടിപൊളി കുക്ക് ചെയ്യുന്ന ഭർത്താക്കന്മാർ കാണും. പക്ഷേ ഞാൻ അത്ര നല്ല കുക്കല്ല. കാണും, അതൊരു കൈപ്പുണ്യമാണ്. എൻ്റെ കൂടെയൊക്കെ ജോലി ചെയ്തിരുന്നവരൊക്കെ ചില ആൾക്കാരൊക്കെ എന്തുണ്ടാക്കിയാലും വെറുതെ ഒരു രസം വെച്ചാൽ പോലും ഗംഭീര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇത്തിരി തലകുത്തി നിന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ പോലും ഓക്കെ ശരിയായി എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരു അതിഗംഭീര ടേസ്റ്റോട് കൂടിയുള്ളൊരു ഡിഷായി മാറിയെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പോൾ ദോശ മറിച്ചിട്ടേക്കാം. അപ്പോൾ അതാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഗോതമ്പ് ദോശ, മീൻകറി ഇരിപ്പുണ്ട് തലേ ദിവസത്തെ, പിന്നെ ഒരു ഓംലെറ്റ് ഇവിടെ അല്ലെങ്കിൽ ഒരു ബുൾസൈ ഇവിടെ ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കും, കാരണം മുട്ട ഇഷ്ടമാണതുകൊണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഈ ദോശ ഇവിടെ മറിച്ചിട്ട് കഴിഞ്ഞാൽ ദോശ ഇടൽ കഴിഞ്ഞു. ഇച്ചിരി വലുതാണ്. ലാസ്റ്റ് ബാക്കി ഉണ്ടായിരുന്ന മാവ് ഫുള്ള് ഒഴിച്ചതാണ്. അപ്പോൾ കുറച്ച് കട്ടി കൂടുതലാവാനാണ് സാധ്യത. നോക്കട്ടെ ഇന്നിങ്ങനെയാണ്. ഇത് മറിച്ചിടുമ്പോൾ എന്താണ് സ്ഥിതി നോക്കാം. ഓക്കെ, സക്സസ്. അങ്ങനെ ആ ദോശയും അതിവിദഗ്ധമായി ഞാൻ മറിച്ചിട്ടിരിക്കുന്നു. ഇത് കാണുമ്പോൾ വിചാരിക്കും ദോശ ഇടുന്ന, സാധാരണ ദോശ ഇടുന്ന വീട്ടമ്മമാർക്ക് ഒരു ജോലിയല്ല. ഇതൊക്കെ പൂ പറിക്കുന്ന പോലെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. അതെ, പൂ പറിക്കുന്ന പോലെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ധാരാവിയിലെ കോളനി ഒഴിപ്പിക്കണ പോലെ. പക്ഷേ സ്ഥിരമായിട്ട് ചെയ്യാത്തവർക്ക് ഇത് കുറച്ച് പണിയുണ്ട്. എന്തായാലും ദോശ റെഡി. ഇനി കറി എടുക്കുക, ഒരു ചായ ഇടണം, ഒരു ബുൾസൈ ഇവിടെ ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കഴിക്കലാണ്. നമ്മുടെ ദോശയൊക്കെ റെഡി. ഇനി കല്ല് ഓഫ് ചെയ്തേക്കാം. ആവശ്യമില്ല, ഇത് 10 വെച്ചെങ്കിൽ ചൂടായ ശേഷം. അപ്പോൾ ഇനി നമുക്ക് ബുൾസൈ ഉണ്ടാക്കാം. ബുൾസൈ ഉണ്ടാക്കി ഗൈസ്. കോഫി ഉണ്ടായിരുന്നു, പരിപാടി കാണിച്ചത്. ഇന്നലെ ബുൾസൈ ഉണ്ടാക്കിയപ്പോഴും മുട്ട കൊട്ടി ഇത്രയും വളരെപ്പോയി. ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് അറിഞ്ഞുവിടാം. എന്തായാലും നോക്കി നോക്കാം. ഇച്ചിരി എണ്ണ ഒഴിച്ചില്ലെങ്കിൽ പറ്റത്തില്ല. കാരണം ഈ നോൺ സ്റ്റിക്കിൻ്റെ
സ്റ്റിക്കിംഗ് ഒക്കെ പോയിരിക്കുകയാണ്. കുറേ നാളായി ഇത് വാങ്ങിയിട്ട്. ഇത് ഉപയോഗിക്കാൻ തന്നെ പാടില്ല ശരിക്കും പറഞ്ഞാൽ, പക്ഷേ പുതിയ തൊരെണ്ണം വാങ്ങാത്തതുകൊണ്ട് ഇപ്പം ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ലാലേട്ടൻ കുക്ക് ചെയ്യണ മാത്രമല്ലേ കണ്ടോളൂ, ഞാൻ കുക്ക് ചെയ്യണമെങ്കിൽ കണ്ടോളൂ. ഇത്രയും വലിയ കത്തിയൊന്നും വേണ്ടാന്ന് തോന്നുന്നു. എന്നാലും പൊട്ടിച്ചിട്ട് ഭഗവാൻ എന്തെങ്കിലും ബുൾസയായി തന്നെ കിട്ടണേ. യെസ്, സക്സസ്. ഇന്ന് പൊട്ടിയില്ല കേട്ടോ, ഇന്നലെയൊക്കെ പൊട്ടി തവിട് പൊടിയായിപ്പോഴും. ഹൈവ ഇന്നലെ ഉണ്ടാക്കിയത് പൊടിഞ്ഞ് മുഴുസയല്ല, പായസ പരിവായിപ്പോയി. ഇന്നെന്തായാലും സക്സസ് ആയിട്ടുണ്ട്. സംഭവം ഒന്നും സംഭവിച്ചിട്ടില്ലേ. ഇനി ഇതിനെ പതുക്കെ എടുത്ത് പ്ലേറ്റിലോട്ട് വെക്കാന്നാണ് അതിനേക്കാൾ റിസ്ക് ആയിട്ടുള്ള ജോബ്. മനസ്സിലായില്ലേ? പൊട്ടിച്ചൊഴിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ റിസ്ക്. ഈ ഫ്ലൈറ്റ് പറക്കുമ്പോഴും ഫ്ലൈ ചെയ്യുമ്പോഴും അതെനിക്ക് എന്താണ് തിരിച്ച് ലാൻഡ് ചെയ്യുമ്പോഴും, ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ക്രൂഷ്യൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെയാണ് ഈ ബുൾസ ഉണ്ടാക്കുമ്പോൾ. ബുൾസ ഈ തോട് പൊട്ടിച്ചൊഴിക്കുമ്പോഴും അതുപോലെ തന്നെ ഇത് വെന്തതിന് ശേഷം കറക്റ്റ് കുക്കായതിനു ശേഷം ഇതിനെ പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കുമ്പോഴും 2 പ്രാവശ്യവും ഭയങ്കര റിസ്ക്കാണ്. കാരണം ഇത് പൊട്ടാൻ പാടില്ല. കൂടുതലായല്ലേ കൊളായി. അതുകൊണ്ട് ഞാൻ വുഡിൻ്റെത് മാറ്റി ഇതാക്കി നൈസായിട്ടുള്ളത്. കാരണം ഇത് പൊട്ടാണ്ട് എനിക്ക് എടുത്ത് വെക്കണം. ഓക്കെ, സക്സസ്. അപ്പോൾ 2 ക്രൂഷ്യൽ സിറ്റുവേഷൻസും നമ്മൾ എന്താണ് മറികടന്നിരിക്കുന്നു വിജയകരമായി. ഇനി കഴിക്കുക എന്നുള്ളതാണ്, അത് ഈസി. ഒരു ഇച്ചിരി മീൻകറി ഇരിക്കുമ്പോൾ ബുൾസൈ മാത്രം മതി, പക്ഷെ ഒരു പുളിയൊക്കെ എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മീൻകറി മതി. ഓക്കെ, അപ്പം എന്തായാലും കഴിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താണ് ഗോതമ്പ് ദോശ, കുറച്ച് മീൻകറി, ബുൾസൈ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചപ്പാത്തി കഴിക്കണമെങ്കിൽ വെറും ബുൾസൈ വെച്ചിട്ട് മാത്രമാണ് കഴിക്കാറുള്ളത്. ഈ കറി പോലും എടുക്കാറില്ല. അപ്പം നോക്കാൻ ഇതിലിങ്ങനെ മുക്കി മുക്കി കഴിക്കണം. ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞു, ഉപ്പും കുരുമുളകും പൊടി ഇടാൻ പറഞ്ഞു. ബുൾസൈയിൽ അതില്ലാണ്ട് പിന്നെന്താ രസമുള്ളതല്ലേ. ആഹാ, പൊളിക്കും. ഇതിങ്ങനെ മുക്കി മുക്കി കഴിക്കാൻ വേറെ ലെവൽ ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് പ്രാർത്ഥിച്ചേക്കാം, പ്രാർത്ഥിച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. പൊളിട്ടോ, അടിപൊളി. ഒരു രക്ഷയില്ല. കുറച്ച് ഇവിടെ മുക്കിയ നല്ല അവര്. സത്യം പറഞ്ഞാല് ഇങ്ങനെ കഴിച്ചിട്ടില്ലാത്തവര് ഇത് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇതൊരു വേറൊരു ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പണ്ട് വീട്ടില് അപ്പം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഈ ബുൾസൈ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ അപ്പത്തിന്റെ സെന്ററിൽ ഇങ്ങനെ മുട്ട ഒഴിച്ചിട്ട് ബുൾസൈ പോലെ, അതും സൂപ്പർ ടേസ്റ്റാണ്. അങ്ങനെ കഴിച്ചാണ് ഇതെനിക്ക് ശീലം. വേറെ കറിയൊന്നും വേണ്ട. പൊളി. സൂപ്പറാണ് കേട്ടോ, രക്ഷയില്ല, പൊള്ളിയായിട്ടോ. ഈ കളം പറഞ്ഞല്ല, ഇങ്ങനത്തെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ കഴിച്ചു മനസ്സിലാവും. അപ്പമൊക്കെയാണ് ഇതിൻ്റെ കൂടെ ബെസ്റ്റ്. അപ്പത്തിൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കാൻ ഒരു രക്ഷയില്ല ടേസ്റ്റാണ്. അപ്പം ഇത് ഫുള്ള് കഴിച്ചിട്ട് ബാക്കി റിസൾട്ട് എങ്ങനെ പറയാം. ഹലോ ഗായ്സ്, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. അടിപൊളിയായിരുന്നു.
ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇത് എൻ്റെ ഒരു ഇഷ്ടമാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഇതൊരു ഗംഭീര ടേസ്റ്റുള്ള കോമ്പിനേഷൻ ആണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്താണ് ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഉടൻ തന്നെ കാണാം. ബൈ ബൈ.